വടകര നടക്കുതാഴെ കനാലിന്റെ കുറുമ്പയിൽ ഭാഗം ജനകീയ പങ്കാളിത്തത്തോടെ നവീകരിച്ചു. കനാൽ സംരക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനം നടത്തിയത്. വടകര മുനിസിപ്പാലിറ്റിയിലെ 16, 17 വാർഡിലെ കീത്താടി മുതൽ കരിങ്കൽ പാലം വരെയുള്ള കനാലിൽ കെട്ടിനിന്ന ചളി കോരി വെള്ളത്തിന് സുഖമായി ഒഴുകി പോകാനുള്ള പ്രവർത്തനമാണ് നടത്തിയത്. വടകര മുനിസിപ്പൽ ചെയർമാൻ PK ശശിയുടെ വാർഡായ 16-ാം വാർഡ് കല്ലുനിരയും 17-ാം വാർഡ് കുറുമ്പയിൽ മെമ്പർ ശരണ്യയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രദേശത്തെ 50ഓളം വരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കനാൽ സംരക്ഷണ കമ്മിറ്റി രൂപീകരിച്ച് PK ശശി ചെയർമാനും ശരണ്യവാഴയിൽ കൺവീനറും RP ശശി ട്രഷററായും കമ്മിറ്റിക്ക് രൂപം നൽകി പ്രവർത്തനം തുടങ്ങി വരുന്നത്. 16-നും 17-ന്റെ 2 വാർഡിന്റെ അടുത്ത് താമസിക്കുന്ന കനാലേറ്റ് അടുത്ത് താമസിക്കുന്നവരുടെ ഒരു പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനം ഞാൻ തുടക്കം കുറിച്ചത്. ഇപ്പം കീഴ്ത്താടി തൊട്ടിട്ട് കരിങ്കൽ പാലം വരെ തുടങ്ങി ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ അടുത്ത്. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം ഒരു 1 കിലോമീറ്റർ ജാസ്തി മണ്ണെടുത്തതാണ്. 5 ദിവസമായി. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് തുടങ്ങിയ പ്രവൃത്തിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെള്ളം വറ്റിച്ച് വലിയ മോട്ടർ കൊണ്ടുവന്ന് വെള്ളം വറ്റിച്ച്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് വലിയ ഇറ്റാച്ചി കഴിഞ്ഞ ദിവസം പണി വർക്കെടുത്ത്. ഇന്നിപ്പം ഒരു ഇറ്റാച്ചിയും ഒരു JCBയും കൊണ്ട് മണ്ണെടുത്ത് പോരുത്തുണ്ട്. പിന്നെ അത് എടുക്കുന്ന മണ്ണ് അതായത് പ്രദേശത്തിലെ ആളുകളെ പറമ്പിലേക്ക് ഞങ്ങൾ തട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അബ്ദുറഹ്മാനിക്കുണ്ട്, RP ശശിയുണ്ട്, ഋഷിൻ രാജുണ്ട്, വിനോദ് മാഷുണ്ട്, ഗംഗാട്ടനുണ്ട്, അവരുടെ എല്ലാം ദിബാഗട്ടൻ, അതെല്ലാം നാമേട്ട്, അങ്ങനെയുള്ള മുഴുവൻ ആളുകളുടെയും ഫുള്ളായിട്ട് എന്താ നമ്മളൊരു വീട്ടിൻ്റെ പണിയെടുക്കുമ്പോൾ തന്നെയാണ് ഈ പ്രദേശത്ത് നിന്നിട്ട് ഈ സംഭവം ചെയ്യുന്നത്. അത് തന്നെ ഒരു പങ്കാളിത്തത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റ് വാർഡിലുള്ള ആളുകളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ വരാന്തെന്ന് വെച്ചാൽ ഈ കുറച്ച് 1 കിലോമീറ്റർ വരെ മണ്ണെടുക്കാനും ആക്കി വരുന്ന സ്ഥലത്ത് ചെറിയ ഇറ്റാച്ചി കൊണ്ട് അവിടെ ഇറക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണ് വലിച്ച് കരക്ക് കയറ്റാനും ബാക്കി വരുന്ന അങ്ങോട്ട് ആ കരിങ്കൽ പാലത്തിൻ്റെ സൈഡ് ഇറ്റാച്ചി പോവില്ല, അവിടെ 2 പണിക്കാരായിട്ടും വെച്ചിട്ട് പണിയെടുക്കാമെന്നാണ് ഇപ്പം ഞങ്ങൾ ഏറ്റത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനവും കാര്യങ്ങളിലും സജീവമായി നടക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രദേശവാസികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഋഷിൻ രാജ് പറമ്പത്ത്, K പ്രകാശൻ, CTK അബ്ദുറഹ്മാൻ, വിനോദൻ മാസ്റ്റർ, ഗംഗാധരൻ, രവി ഹാഷ്രം, ദിവാകരൻ MT എന്നിവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി വരുന്നു. മഴക്കാലമായാൽ ഈ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുന്നത് പതിവായിരുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാട്ടുകാർ മുൻകൈയെടുത്ത് നവീകരണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഹിറ്റാച്ചി, JCB തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടാണ് കനാലിലെ ചെളികൾ മുഴുവൻ നീക്കം ചെയ്യുന്നത്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിനാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രദേശത്ത് 16, 17 വാർഡുകളിൽ ഈ വെള്ളം കയറിയ സമയത്ത് ഈ പ്രദേശത്തുള്ള വീടുകളിൽ പലരും മാറി താമസിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് മണ്ണോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോരി അപ്പുറത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിന് പോകാനുള്ള സുഖമായ ആ രീതി ഉണ്ടെങ്കിൽ തന്നെ പ്രദേശത്ത് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഈ പ്രാവശ്യം നമുക്ക് ഉണ്ടാവില്ല. കാരണം ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒഴുക്ക് കൃത്യമായി നടത്തി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒഴിവാക്കി ഈ പ്രദേശത്തെ ആളുകൾക്ക് വെള്ളം കയറാണ്ടിരിക്കുന്നൊരു ഈ പ്രയാസം ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങോട്ട് ഈ കനാൽ നീളത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വാർഡുകളുടെ സംയുക്തമായിട്ട് ചേർന്നുകൊണ്ട് അതിൻ്റെ ബാക്കി പ്രവർത്തിയും കൂടി നടത്തിയാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ ശ്രമത്തിലെത്തും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കൂടിയും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം നമ്മൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളും ഈ പ്രദേശത്തുള്ള വീട്ടുകാർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത്രത്തോളം ഈ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.